ഹലോ ഹായ് എല്ലാവരും നല്ല പടക്കവും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് വിഷുവിൻ്റെ തിരക്കൊക്കെ കൈനീട്ടമൊക്കെ കൊടുത്ത് വിശ്രമിച്ചിരിക്കുമായിരിക്കും. നമുക്ക് ഇപ്പോൾ വിദേശത്തുള്ളവർക്ക് എന്ത് സംക്രാന്തി വിഷു ഓണമല്ലേ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് കുറേ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് നമുക്ക് അയച്ചൊക്കെ തന്നിരുന്നു. നാട്ടിലാണെങ്കിൽ നമുക്ക് അതുപോലെ അടിച്ച് പൊളിക്കായിരുന്നു, പക്ഷേ നാട്ടിലല്ലല്ലോ. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോയിൽ വന്നെന്താ വെച്ചാൽ വിഷുവിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള ഒരു സദ്യ ഇപ്പോൾ അത് അധികം എവിടെയും ഇങ്ങനെ കിട്ടാറില്ല. അപ്പോൾ ഓണത്തിനും വളരെ കമ്മി, കാരണം എല്ലാവരും വിദേശത്താണ്. ഇപ്പോൾ നാട്ടിലാരില്ല. ഇപ്പോൾ നാട്ടിൽ നമ്മൾ പോയാൽ നമ്മൾ ഒറ്റയ്ക്ക് പെടും. നാട്ടിലേക്ക് ആരൊക്കെ പോകുന്നവരൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാവും, കാരണം എല്ലാവരും ഒരേ സമയത്ത് വരുന്നില്ല. പിന്നെ ഈ പെരുന്നാൾ ഓണം അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ചിലപ്പോൾ വരുമായിരിക്കും, പക്ഷേ ഇപ്പോൾ നമുക്ക് പെരുന്നാൾക്ക് ഒന്നും ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വരാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ഉണ്ട്. യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അവസ്ഥ എങ്ങനെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ ആർക്കും യൂട്യൂബ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ കൂടെ കാണാമെന്നല്ലാതെ വരുന്നില്ലല്ലോ. അപ്പോൾ വർഷത്തിൽ 365 ദിവസം സദ്യ കിട്ടുന്നൊരു സ്ഥലമുണ്ട്. അവിടേക്ക് പോകാനുള്ള കാരണം എന്താണെന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിഞ്ഞൊരു വിശ്രമം കഴിഞ്ഞിട്ട് ഒരു 3 മണിയാകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ മോളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അംഗനവാടിയിലേക്ക്. അപ്പോൾ 3 മണി എന്ന് പറയുമ്പോൾ ഭയങ്കര വെയിലുള്ള സമയമാണ്. 3 മണിക്ക് കണ്ടില്ല ഞങ്ങൾ, മുട്ടക്കാട്ട് വെയിലാണ്. അതാണ് നമ്മുടെ അംഗനവാടി. അപ്പോൾ കുഞ്ഞിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് അവൾ നല്ല ഉറക്കത്തിലുണ്ടായി, നല്ല ഉറക്കത്തിലുണ്ട്. അപ്പം വാതിലിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്നുണ്ട്. ഉപ്പച്ചി വിളിക്കാൻ വരണമെന്ന് പോകുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവളെയും കുട്ടി വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവളോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഉപ്പച്ചി നമുക്ക് പായസം ഉണ്ടായിരുന്നു, കുറച്ച് കിട്ടിയുള്ളൂ പറഞ്ഞു. കാരണം കുറച്ച് കുട്ടികളുള്ളതുകൊണ്ട് കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവൾക്ക് പായസം വേണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാൻ ഈ റോഡരിയിലൊക്കെ മുളയരി പായസവും അങ്ങനെ പായസങ്ങളൊക്കെ വെക്കലുണ്ടായിരുന്നു. ആ സമയത്ത് നോക്കിയപ്പോൾ കണ്ടില്ല. അപ്പോഴാണ് നമ്മുടെ ആലത്തൂരുള്ള സ്വീറ്റ് ബഫേറ്റിനെ പറ്റി അറിഞ്ഞത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ. അപ്പോൾ അവിടെ വർഷത്തിൽ 369 ദിവസവും നമ്മുടെ കല്യാണ വീട്ടിലുള്ള നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന അതേ സദ്യ നമുക്ക് അവിടെ കിട്ടും. അവിടെ പോയിരുന്നിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഇനി അവിടെ നിന്ന് എന്തെങ്കിലും നമുക്ക് പാർസലായിട്ട് മേടിക്കാൻ പറ്റും. അവിടെ ഇരുന്ന് കഴിക്കാനുള്ള നല്ല വൃത്തിയും കാര്യമായിട്ടൊക്കെ ചെറിയൊരു ഡൈനിങ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കൂടുതലും അവിടെ നിൽക്കുന്നത് നമ്മുടെ സ്ത്രീകളാണ്. അപ്പോൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു, നല്ല രീതിയിൽ നമ്മളോട് സംസാരിച്ചു. പിന്നെ നമ്മൾ വലിയ യൂട്യൂബറൊന്നും അല്ലാത്തതുകൊണ്ട് ചെറിയ നാണമുള്ളതുകൊണ്ട് അധികം അവരോട് ഇങ്ങനെ യൂട്യൂബിൻ്റെ രീതിയിൽ സംസാരിച്ച് ഓരോന്നും ഇങ്ങനെ ചോദിക്കാൻ മടിയായതുകൊണ്ടൊന്നും ചോദിച്ചില്ല. ഒരുപാട് കടികളും കാര്യങ്ങളൊക്കെ കണ്ടു. പക്ഷേ അവർ പറഞ്ഞത് എല്ലാം അവർ തന്നെയാണ് അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്, അവിടെയാണ് അവർ ഉണ്ടാക്കുന്നത്. ഒരുപാട് സ്വീറ്റ് നിങ്ങൾക്കും വീഡിയോയിൽ കാണാൻ പറ്റും. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളൂറും. ഒരുപാട് ലഡ്ഡു തന്നെ പല തരത്തിലുണ്ട്. തമിഴ്നാട് സ്റ്റൈലും അങ്ങനെ ഓരോ നാട്ടിലെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് മേടിക്കുന്ന സാധനം, അപ്പോൾ നമുക്ക് കറികളുണ്ടാവുമല്ലോ സദ്യയിൽ 10-20 10-15ഓളം കറികളുണ്ടാവും. അതിൽ ഓരോ കറി മാത്രമായിട്ട് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. പിന്നെ അവിടെ എഴുതി വെച്ചൊരു സംഭവം എനിക്ക് വളരെ സന്തോഷമായത്, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ കൗണ്ടറിൽ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സൗകര്യം അവിടെ ഏർപ്പെടുത്തി. ഒരുപാട് സന്തോഷമായി. ദുബായിലും ഒമാനിലൊക്കെയാണ് അതിൻ്റെ ഷോപ്പുകൾ കൂടുതലായിട്ടുള്ളത്. കേരളത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ആലത്തൂർ. അതും നമ്മുടെ ASM സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഷോപ്പ് വരുന്നത്. നമുക്ക് പാലക്കാടിനും കൂടി ഒരു അഭിമാനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മോൾക്കുള്ള ഒരു പായസം ഞാൻ അവിടെ നിന്ന് മേടിച്ചിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്.